ഞാനിങ്ങനെ നാസി. സോ ഇന്നൊരു മംഗളത്തിന് പോയിട്ട് വരാട്ടോ. ട്വിസ്റ്റ് ഉണ്ട് എന്നൊന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. സോ ഇതാ ഞാൻ എൻ്റെ റിയാക്ഷൻ കണ്ട മോളെൻ്റെ ട്രൈപ്പോഡ് ഞാൻ മോള് വെച്ചിട്ടുള്ളത് ഒന്നും കൊണ്ടത് ഈ സെക്കൻഡ് ഉണ്ടല്ലോ ആ ട്രൈപ്പോഡിനെ പിടിച്ചിട്ട് ഏടിൽ പോകുന്നറിയില്ല. ഇനി ഇന്നോ നാളെ അത് പൊട്ടേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഞാൻ 2-3 വ്ലോഗ് അതിലെടുത്തിട്ടു. സോ എന്താ പറയല്, അത് പൊളിയുന്ന മുമ്പാണ് കേട്ടോ ഞാൻ ആ ഗോഡ്രേജിന് മുകളിൽ വെച്ചിട്ടുള്ളത്. സോ ഇതാ നേരെ ഫ്രഷ് ആയിട്ട് അതിന് നല്ല ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായത് കേട്ടോ. അപ്പോഴത്തേക്ക് എണിച്ച് നല്ല ദേഷ്യത്തിലുണ്ടായത് ഒരു കരച്ചിലെല്ലാം കരഞ്ഞ് പിന്നെ ഒരു യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് ഉറക്കിൻ്റെ ഇത് ഉറങ്ങിയിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോട്ടാ അതായത് മംഗല ഉണ്ടെന്ന് ഒരാഴ്ച മുമ്പേ അറിയാം. പക്ഷെ ഇന്ന ദിവസം എന്ന് പറഞ്ഞിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഞാനെന്തൊക്കെ അങ്ങനെ ഉറങ്ങും നമ്മിന്ന് പറഞ്ഞിട്ട് ഉറങ്ങി. എന്നിട്ട് ഓനെ ഉറക്കിയിട്ട് ഞാൻ എൻ്റെ മെറ്റീരിയൽ കട്ടാക്കുന്നതിനാണ് സ്റ്റിച്ചാക്കാൻ വേണ്ടിയിട്ട്. കട്ടാക്കുമ്പോഴത്തേക്കാണ് ചുമ വരുന്നത്. ഇപ്പോഴേ കഴിയോ നമുക്ക് പോകണ്ടേ, ഞാൻ ചേർത്തേക്ക് ഇനി പള്ളിയിൽ ഫംഗ്ഷനായിട്ട് ഏച്ചി ഇപ്പോഴെയാ എവിടെയെന്ന് അപ്പോഴത്തേക്ക് കല്യാണത്തിന്. ഞാൻ പറഞ്ഞു കല്യാണം ഇന്നല്ലേ. ഓക്കെ എന്ന് പറഞ്ഞിട്ട് റെഡി ആയിട്ട് എങ്ങനെ ജസ്റ്റ് ഒരു 5 minutes പട്ടാഫട്ട് റെഡി ആയിട്ടാ. സോ ഈടെ ഒരു അവസ്ഥ നിങ്ങൾക്ക് കണ്ടാൽ മുങ്ങിയെന്ന് വാങ്ങിയ ചെടി ഗൈസ് അത് ഉണങ്ങി പോകുന്നു പറഞ്ഞിട്ടുണ്ടല്ല. അതിന് വെള്ളം ഒഴിക്കുന്നില്ലത് ചുമ എന്തല്ല കാഴ്ച കാണണം. ഈ രാത്രി പകൽ ഒഴിക്കാത്ത ഓള് രാത്രി ഒഴിക്കുന്നത്. സോ ഇതാ ഞാനുണ്ടല്ലോ ചമ്മുനെ മടിയുമിരുന്നിട്ടുള്ളത്, അതിൻ്റെ മുകളിൽ അയ്യാനും വന്നിട്ട് കയറിയിട്ട് ഇരുന്നിട്ടുള്ളത്. ചമ്മുൻ്റെ ഒരു അവസ്ഥ പാപ്പോ കാണാൻ മാത്രമേ തടിയുള്ളൂ ഇട്ടാൽ താക്കത്തൊന്നും ഇല്ല. എൻ്റെ മടിയും വെച്ചിട്ടുണ്ട്. എന്താ അറിയില്ല, ഞാൻ ഈ കാണുമ്പോൾ മാത്രമേ എഴുന്നേറ്റ്. പക്ഷെ ഞാൻ ഭയങ്കര വെയിറ്റ് ഇങ്ങനെ നമ്മളിതൊന്നാമത് കൊട്ടുള്ളതല്ല അരച്ചൊന്നുമില്ലല്ലോ, അതുകൊണ്ടുണ്ടല്ലോ വെയിറ്റ് ഉണ്ടാവും നമ്മൾ ഇരിക്കുമ്പോൾ അതേ കാണിക്കാം. സോ അത് ഓളെ മടിമ ഇരിക്കാൻ കാരണം എന്താ വെച്ചെങ്കിൽ കസിൻ ഉണ്ടായിന് കേട്ടോ. സോ ഓന് അപ്പുറമായിരുന്നു ഉമ്മ നടുക്ക്, പിന്നെ ചെമ്മു എനിക്കിരിക്കാൻ സീറ്റില്ല. അതുകൊണ്ട് ചെമ്മുവിൻ്റെ മടിയിൽ ഞാൻ എൻ്റെ മടിയിൽ അയ്യാനു. അപ്പോഴത്തേക്ക് ചെമ്മുവിന് ഫുള്ള് സെറ്റ്. ഞാൻ ചെമ്മുനോട് പറഞ്ഞ് ചെമ്മു പേടിക്കണ്ട ചെമ്മു, എന്താ പറയല് 2 പ്ലേറ്റ് അധികം തന്നെ ബിരിയാണി കഴിച്ചോ, എന്നാൽ വരുമ്പോൾ നല്ല പാങ്ങിൽ ഇരിക്കുക സെറ്റായിട്ട് ഇരുന്നിട്ട് വരാമെന്ന് പറഞ്ഞു. എന്താ വെച്ചെങ്കിൽ ഒരു പ്ലേറ്റ് എടുത്തൊന്നെങ്കിൽ എൻ്റെ മടിമേ എത്തിക്കണം, എൻ്റെ മടിമേ ഇരിക്കണം. 2ാമത്തെ പ്ലേറ്റിലാണ് ഓൾക്ക് ഫുള്ള് താക്കത്തോള് ഇഷ്ടമുള്ള കാണിക്കുക. ഓൾക്ക് ആഗ്രഹമെല്ലാം ഉണ്ടായില്ല തിന്നാൻ. അതുകൊണ്ട് കേട്ടോ ഒരു ഡയലോഗ് പിടിച്ച്. പിന്നെ എന്താ ഗേറ്റിൽ കുടുങ്ങിയിട്ട് ഈ വഴിയിൽ വരാൻ തന്നെ പിന്നെ ഈ ഗേറ്റ് കുടുങ്ങുന്നതായിട്ട് എത്ര നേരം എന്നറിയാം. പിന്നെ എന്താ ട്രെയിനിൽ പോകുന്നുണ്ട് അയ്യാനോ എല്ലാവർക്കും കാണുന്ന ചോദിച്ചു ടാറ്റ ടാറ്റ എന്ന് പറയുന്നുണ്ട്. ആർക്ക് കാണാൻ. പിന്നെ എന്താ പറയുക അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടല്ലോ ഗേറ്റ് ഓപ്പണായി. പിന്നെ നമ്മൾ നേരെ പോകുന്നില്ല കേട്ടോ. അതിനിടയിൽ പെട്രോൾ അടിക്കാൻ പോയിട്ടുണ്ടായിന്. അപ്പോൾ ട്വിസ്റ്റ് എന്തെന്ന് ഞാൻ പറഞ്ഞിട്ടല്ലേ സംഭവം എന്നറിയാം. ആരും മംഗലെന്ന് എനിക്കറിയില്ല, സത്യമായിട്ട് എനിക്ക് ആരും മംഗലെന്ന് അറിയില്ല. തിന്നിട്ടെല്ലാം റിട്ടേൺ വരുമ്പോൾ ഉപ്പാനോട് നിങ്ങളെ അതിന് മുമ്പ് ഉമ്മ എന്തോ പറഞ്ഞു ഫാമിലി, എനിക്ക് മനസ്സിലായിട്ട് കേട്ടോ ആരെന്ന്. പക്ഷെ ഫാമിലി എന്നറിയാം, പക്ഷെ ഏത് ഫാമിലി എങ്ങനെ ഏതെന്ന് പറഞ്ഞിട്ട് എത്ര പറഞ്ഞാലും എനിക്ക് കത്തുന്നുണ്ടായിട്ടാ. പിന്നെ മുമ്പല്ലണ്ടല്ല ഒരു മംഗലത്തിന് പോകുന്നത് ഞാനല്ല കേട്ടോ. ഇപ്പം ഞാൻ എല്ലാ സ്ഥലത്തും ഞാനുണ്ട്. അതാണ് അതിന് ഹൈലൈറ്റ്. മുമ്പെങ്കിൽ ഉണ്ടല്ലോ എന്താ പറയുക, ഉമ്മ മംഗലത്തിൽ പോയില്ല. എൻ്റെ ചുപ്പിമ്മ മംഗലത്തിൽ അങ്ങനെ പോയില്ല. പോയെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ചുപ്പിമ്മ പോകുന്നത് തന്നെ കുറവ്. അതോ പോകുന്നുണ്ടെങ്കിൽ ഞാൻ പോയില്ല കേട്ടോ. ഞാൻ പെരക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടാവും, അത് ഞാൻ കഴിക്കും. പക്ഷേ ഞാൻ ഉണ്ടാക്കിയിട്ടൊന്നും തിന്നില്ല കേട്ടോ. അത് പണ്ടേ ശീലമില്ലാന്ന്. ഇപ്പം പിന്നെ കുഞ്ഞായത് പിന്നെ കുഞ്ഞിക്കും തിന്നണ്ടല്ലോ എന്ന് പറഞ്ഞ് ചാക്കുന്നത് പിന്നെ അതൊക്കെ കഴിയില്ലല്ലോ. സോ എന്താ പറയുക ഉമ്മയും മംഗലത്തിന് മുമ്പ് എന്താ പറയുക ഉമ്മ ഫുള്ള് സെറ്റാക്കിയിട്ട് പോകൂട്ടാ. അപ്പം തിന്നെങ്കിലായി, ഇല്ലെങ്കിൽ ഉമ്മ വന്നിട്ട് ഉമ്മനെ വായിന്ന് കേൾക്കാത്ത സാധനമെല്ലാം കേട്ടായി പിന്നെ ആയിരിക്കും ഒരു ബായി ചോറ് പോലെ. ഇപ്പം കണ്ട ഒരു സ്ഥലം വിടുന്നില്ല. ഏടെ മംഗലുണ്ട് ഏടെ എന്ത് ഫംഗ്ഷൻ ഉണ്ട് അപ്പോൾ പോകൂട്ടാ. അതങ്ങനെയാണല്ലോ. ഫസ്റ്റ് ഞാൻ പോകുന്നുണ്ടായിട്ട് ഉമ്മനോട് ഞാൻ വരുന്നില്ല ഉമ്മന്ന്. അപ്പോൾ ഉമ്മ പറഞ്ഞ് എല്ലാവരും പോയ സ്ഥലത്ത് നിന്നെ ചോദിക്കുന്നുണ്ട് ആഷിക്കിൻ്റെ ഓള് വന്നിട്ടേന്ന്. പിന്നെ എന്തിനും ഉമ്മാനൊരു കുറവാക്കണം, ആഷിക്കിൻ്റെ ഓള് പോയാലേ പറ്റൂ. അതുകൊണ്ട് ആഷിക്കിൻ്റെ ഓള് പോകുന്നില്ലത് കേട്ടാ. പിന്നെ എന്താ വെച്ചെങ്കിൽ അയ്യാനും പോവും. പിന്നെ അയ്യാനും പോകുമ്പോൾ ഞാനൊരു ഒറ്റക്കല്ലേ. സോ മംഗലത്തിന് മുമ്പ് വേറെ ഇപ്പം വേറെ അല്ലേ. സോ എന്താ പറയല് അപ്പോൾ എല്ലാം മുമ്പ് ഭയങ്കര നാണക്കേട് ഇവിടെ പോകാനും പിന്നെ ഇവിടെ പോലില്ല, ഇഷ്ടമില്ല കേട്ടോ ഇവിടെ ഫംഗ്ഷൻ പോകാനും. പക്ഷേ ഇപ്പോൾ എന്താ വെച്ചെങ്കിൽ ഇഷ്ടമുണ്ടായിട്ടെന്നല്ല, ഇപ്പോൾ അതൊരു നമുക്ക് ഭയങ്കരമായിട്ട് ഡിഫറൻസ് തോന്നും. ഇപ്പം എന്താ ഞാൻ ഇങ്ങനെ എന്നൊക്കെ ഇപ്പോൾ ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ ഡിഫറൻസ് ആവട്ടെ എന്തെങ്കിലും. സോ നല്ല പാങ്ങിൽ ഫുഡ് കഴിച്ച് കേട്ടാ.
നല്ല ഭയങ്കര ഫുഡ് കഴിച്ച് പിന്നെ നേരെ പോകാൻ നിൽക്കുന്നുള്ളത് ഇനി എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ടോ അങ്ങനത്തെ നേരെ വന്നേരം ഫുഡ് കഴിക്കാൻ മൈന് പോയി തന്നെ ഫുഡ് കഴിക്കണം ആടെ ആരും ഉണ്ടായിട്ട് ആടെ ഉണ്ടായിരുന്നു പക്ഷെ ആരാരും എനിക്കറിയില്ലല്ലോ ഞാൻ നേരെ പോയി ഫുഡെല്ലാം കഴിച്ച് പിന്നെ അത് പോകുമ്പോഴത്തേക്ക് കുറച്ച് പാട്ട് കേട്ടിട്ടാ അവൻ്റെ പേരൊന്നും മറന്നുപോയി പക്ഷെ അവന് നല്ല പാട്ടുണ്ടായിന് കേട്ടോ അതിന് നമ്മൾ പോകുമ്പോൾ ഒരു പാട്ടും വരുമ്പോൾ ഒരു പാട്ടും പക്ഷെ നല്ല ഹൈപ്പിലുണ്ടായിന് പിന്നെ നമ്മൾ പോവാനിക്കുന്നില്ലത് ഗൈസ് ഇനി എന്താ പറയല്ലേ കുറച്ച് കസിൻസ് എല്ലാം ഉണ്ടായിന് കസിൻസ് ഫാമിലി ഉമ്മാൻ്റെ കസിൻസ് എല്ലാം ഉണ്ടായിന് സോ എൻ്റെ കസിൻസ് അല്ല ഉമ്മാൻ്റെ കസിൻസ് കേട്ടോ ആൻറ്റിമാർ സോ ഇതാണ് കേട്ടോ ചെക്കന് നല്ല സ്വഭാവം തോന്നുന്നു ഇങ്ങനെ നെഞ്ഞമ്മ കൈ പിടിച്ച് ഓക്കെ ഓക്കെ എന്ന് സന്തോഷത്തിൽ പറയുന്നുണ്ട് പക്ഷേ ടയേർഡായിട്ട് നിന്നിട്ടുണ്ടെന്ന് അവൻ്റെ മുഖത്തിൽ അറിയുന്നുണ്ട് കേട്ടോ എൻ്റെ ആക്കൾ രാവിലെ നിന്നതായിരിക്കുമല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഈ പുതിയ പിള്ളേരെങ്കിൽ ഒരു ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ നിൽക്കണം അതന്നെ ഇനി ഫോട്ടോ എടുക്കാനും നിൽക്കണം കുറച്ച് നേരം ഇരുന്നെങ്കിൽ അപ്പോൾ വേറെ ആരും വരും പിന്നെ എനിക്ക് അനുഭവം ഇല്ല കേട്ടോ പക്ഷേ കാണുന്നവരെ കാണുമ്പോൾ നമുക്ക് ബേജാറും സോ അങ്ങനെ അതെല്ലാം കൂടിയിട്ട് നേരെ പോകുന്നില്ല ഇത് കഴിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ള അടുത്ത വീഡിയോയിൽ കാണാം ബൈ.